എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കി അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന PSC എക്സാമുകൾക്കൊക്കെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് പറയുന്നത്. അപ്പൊ പരിസ്ഥിതി പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ആവാസ വ്യവസ്ഥ, എക്കോളജി അതേപോലെ ജീവമണ്ഡലം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ തുടക്കം തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളും പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യമേ നമ്മൾ പറയുന്ന ഒരു ടേമാണ് ജീവമണ്ഡലം എന്താണെന്നുള്ളത്. ജീവമണ്ഡലം. ഓക്കെ, ജീവമണ്ഡലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണെന്ത് ജീവമണ്ഡലം എന്ന് പറയുന്നത്. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണെന്ത് ജീവമണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ ജീവൻ നിലനിൽക്കുന്ന ഭാഗത്തെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണെന്ത് ബയോസ്ഫിയർ അല്ലെങ്കിൽ ജീവമണ്ഡലം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിന് അടിയിലുമായി വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ ജീവമണ്ഡലം എന്ന് പറഞ്ഞാൽ എവിടെ മാത്രം കാണപ്പെടുന്നതല്ല, നമ്മുടെ കരയിൽ മാത്രം കാണപ്പെടുന്ന ഒന്നല്ല എന്ത് ഈ ജീവമണ്ഡലം എന്ന് പറയുന്നത്. ജീവമണ്ഡലം എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ എവിടൊക്കെ ജീവനുണ്ടോ അതിനെല്ലാം നമ്മൾ പറയുന്നത് എന്താ ജീവമണ്ഡലം എന്നാണ്, അല്ലെങ്കിൽ ബയോസ്ഫിയർ എന്നാണ്. മനസ്സിലായോ? അതാ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിനടിയിലും എല്ലാം ജീവൻ കാണപ്പെടുന്നുണ്ട്. അപ്പൊ അതെല്ലാം എല്ലാം എന്ത് വ്യാപിച്ചു കിടക്കുന്നുണ്ട്? ജീവമണ്ഡലം അല്ലെങ്കിൽ ബയോസ്ഫിയർ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പൊ ജീവമണ്ഡലം എന്താണെന്നുള്ള കാര്യം ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്ത് നമ്മൾ പഠിക്കുന്ന അടുത്തൊരു ടേമാണ് ഇക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇക്കോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുമുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണെന്ത് ഇക്കോളജി എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ തമ്മിലുള്ള പഠനമാണ്? ജീവജാലങ്ങൾ തമ്മിൽ. നമ്മൾ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഏരിയയിലുള്ള ജീവജാലങ്ങൾ തമ്മിലും അതേപോലെ തന്നെ ആ ജീവജാലങ്ങൾക്ക് ചുറ്റുപാടുമായിട്ടും ഒരു ബന്ധമുണ്ടോ ഇല്ലയോ? ജീവികൾ പരസ്പരവും ബന്ധം കാണും. ആ ജീവികൾക്ക് അവർ വസിക്കുന്ന ആ ചുറ്റുപാടുമായിട്ടും ഒരു ബന്ധമുണ്ടോ? അത്തരത്തിലുള്ള ബന്ധങ്ങളെ കുറിച്ച് പറയുന്ന ഒരു പഠനശാഖയാണെന്ത് ഈ ഇക്കോളജി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇക്കോളജി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം ഡെഫിനേഷൻ ചോദിക്കാറുണ്ട് എക്സാമിന്. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നത് എങ്ങനെ? ജീവമണ്ഡലം. മനസ്സിലായോ? ജീവജാലങ്ങൾ തമ്മിലും ജീവജാലവും അവയുടെ ചുറ്റുപാടും തമ്മിലുമുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന പഠനശാഖയാണെന്ത് ഇക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, വിവിധ തരം ആവാസ വ്യവസ്ഥകൾ, ജീവികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെല്ലാം ഈ പഠനശാഖയിൽ വരും. അപ്പൊ ഇക്കോളജി എന്ന് പറയുന്ന ഒരു പഠനശാഖയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകള്, അതേപോലെ ജീവികൾ തമ്മിലുള്ള ബന്ധങ്ങള്, പരിസ്ഥിതി സംരക്ഷണം, ഇതെല്ലാം വരുന്നത് ഏത് പഠനശാഖയിലാണ്? ഇക്കോളജി എന്ന് പറയുന്ന ആ പഠനശാഖയിലാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് ജീവമണ്ഡലം എന്ന് പറയുന്നത്? ജീവൻ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ജീവൻ കാണപ്പെടുന്ന പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഭാഗം ആണെന്ത് ജീവമണ്ഡലം എന്ന് പറയുന്നത്. ഇക്കോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ജീവജാലങ്ങൾ തമ്മിലും ഒരു ബന്ധമുണ്ട്, അതേപോലെ ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലും ഒരു ബന്ധമുണ്ടോ? മനസ്സിലായോ? അത്തരത്തിലുള്ള ബന്ധങ്ങളെ കുറിച്ചുള്ള പഠനശാഖയാണ് ഇക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇക്കോളജി എന്ന ടേം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏണസ്റ്റ് ഹെയ്ക്കൽ ആണ്. ഏണസ്റ്റ് ഹെയ്ക്കൽ ആണ് എന്ത് ഇക്കോളജി എന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ ഇക്കോളജി എന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ച ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാ? ഏണസ്റ്റ് ഹെയ്ക്കൽ. അതേപോലെ ഇക്കോളജിയുടെ പിതാവ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കോളജിയുടെ പിതാവെന്ന് മാത്രം ചോദിക്കുവാണെങ്കിൽ ആരുടെ പേര് പറയും? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് എന്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത്? ഇക്കോളജിയുടെ പിതാവായിട്ട് കണക്കാക്കുന്നത്. ഇന്ത്യൻ ഇക്കോളജിയുടെ പിതാവ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ രാംദിയോ മിശ്ര. ക്ലിയർ ആണല്ലോ? അപ്പം ഇക്കോളജി എന്താണെന്നും ജീവമണ്ഡലം എന്താണെന്നുമാണ് നമ്മൾ പറഞ്ഞത്. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമാണ് ജീവമണ്ഡലം അഥവാ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. അത് ഭൗമോപരിതലത്തിൽ മാത്രമായി വ്യാപിക്കുന്നതല്ല. ഭൗമോപരിതലത്തിലുണ്ട്, സമുദ്രത്തിനടിയിലുണ്ട്, അന്തരീക്ഷത്തിലും വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത് ജീവമണ്ഡലം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്ത ഇക്കോളജിയാണ് നമ്മൾ പഠിച്ചത്. ഇക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന പഠനശാഖയാണ് ഇക്കോളജി. ഇക്കോളജി എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ആരാന്ന് വെച്ചാൽ ഏണസ്റ്റ് ഹെയ്ക്കൽ. ഇക്കോളജി എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഏണസ്റ്റ് ഹെയ്ക്കൽ. എക്കോളജിയുടെ പിതാവ് ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഇന്ത്യൻ എക്കോളജിയുടെ പിതാവ് ചോദിക്കുവാണെങ്കിൽ രാംദിയോ മിശ്ര. ഓക്കെ,
ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ഒരു ടേമാണ് ആവാസ വ്യവസ്ഥ. എക്കോസിസ്റ്റം എന്ന് പറയും. എക്കോളജി കഴിയും. എക്കോളജിയിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്ത്, എക്കോളജിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് എന്ത്, എക്കോസിസ്റ്റം എന്ന് പറയുന്നത്, ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അറിയണം എന്താണ് ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിനു മുമ്പ് അറിയേണ്ട ഒരു കാര്യമാണ് ആവാസം എന്ന വാക്കിന്റെ അർത്ഥം. ആവാസം എന്ന് പറയുന്നത് എന്തുവാണെന്നുള്ളത് നമ്മൾ അറിയണം. എന്തോ ആവാസം എന്ന് പറയുന്നത്, ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് എന്ത് വിളിക്കുന്നത്, ആവാസം എന്ന് പറയുന്നത്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ആവാസം. ഓക്കെ, അത് ജീവിക്കുന്ന, അതിന്റെ നാച്ചുറൽ ആയിട്ട് അത് എവിടാണോ താമസിക്കുന്നത്, എവിടാണോ ജീവിക്കുന്നത്, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ആ ജീവിയുടെ ആവാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ജീവി അവിടെ ആ ജീവിയുടെ ആവാസത്തിൽ ആ ജീവി പല ഘടകങ്ങളുമായിട്ട് പരസ്പരം ബന്ധത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മനസ്സിലായോ? ആ ജീവി അവിടെ നിലനിൽക്കാൻ കാരണം എന്തുവാ, പലതരത്തിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ്. എന്തൊക്കെ തമ്മിലുള്ള പരസ്പര ബന്ധം, ജീവീയ ഘടകങ്ങളായിട്ടുള്ള ജീവീയ ഘടകങ്ങളുമായിട്ടും അതേപോലെ അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അവർ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പറയുന്നതാണ് എന്ത്, അല്ലെങ്കിൽ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതിനെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്, എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് ആവാസവും ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ നാച്ചുറൽ ആയിട്ട് ഒരു ജീവി എവിടാണോ ജീവിക്കുന്നത് അതിന്റെ ചുറ്റുപാടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആവാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്നാൽ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ അത് നിലനിൽക്കുന്നതിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്, ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? എക്കോസിസ്റ്റം എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർതർ ടാൻസ്ലി ആണ്. ആർതർ ടാൻസ്ലി ആണ് എക്കോസിസ്റ്റം എന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ആവാസ വ്യവസ്ഥയുടെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ചോദിച്ചു കഴിഞ്ഞാലും എന്ത് പറയും, യൂജിൻ ഓഡം എന്ന് പറയും. യൂജിൻ ഓഡം ആണെന്ത്, ആവാസ വ്യവസ്ഥയുടെ പിതാവ് അല്ലെങ്കിൽ ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ നമ്മൾ ഇത്രയും പറഞ്ഞത്. എന്താ, പല ടേംസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്തൊക്കെ ഇതുവരെ പറഞ്ഞ, ജീവമണ്ഡലം എന്താണ്, ഒരു ജീവൻ ഭൂമിയിൽ കാണപ്പെടുന്ന ഭാഗം, അതാണ് ജീവമണ്ഡലം എന്ന് പറയുന്നത്. ഓക്കെ, എക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവജാലങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്, ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള ബന്ധമുണ്ട്. അത്തരത്തിലുള്ള ബന്ധങ്ങളെ കുറിച്ചുള്ള പഠനമാണിത് ഇക്കോളജി എന്ന് പറയുന്നത്. ഇക്കോളജി എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ആരാന്ന് പറഞ്ഞു, ഏണസ്റ്റ് ഹെയ്ക്കലാണ്. ഇക്കോളജിയുടെ പിതാവ് ആരാന്ന് വെച്ചാൽ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. ഇന്ത്യൻ എക്കോളജിയുടെ പിതാവാണ് രാംദിയോ മിശ്ര. ഇനി ആവാസം എന്താണെന്ന് പറഞ്ഞു, ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് നമ്മൾ ആവാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അതേപോലെ അവ തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ ഒരു സംവിധാനമുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്നതാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്, എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ആ എക്കോസിസ്റ്റം എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്ത ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർതർ ടാൻസ്ലി ആണ് എക്കോസിസ്റ്റം എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ആവാസ വ്യവസ്ഥയുടെ പിതാവ് അല്ലെങ്കിൽ ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂജിൻ ഔഡം ആണ്. ഓക്കെ, അടുത്ത ചോദിച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു PYQ ആണ്. ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യനാണ്, അല്ലയോ? ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യനാണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ് ഏതെന്ന് പറഞ്ഞ് എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് LGS ലെവല്, LD ലെവലിലും ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മനസ്സിലായോ? അപ്പൊ ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൂര്യനാണ്. മനസ്സിലായോ? ഹരിത സസ്യങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഹരിത സസ്യങ്ങൾ എന്തോ ചെയ്യുന്നത്, ഈ പ്രകാശ സംശ്ലേഷണത്തിലൂടെ അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസിലൂടെ അതെന്താ ചെയ്യുന്നത്, പ്രകാശോർജത്തെ എന്താക്കി മാറ്റും, രാസോർജമാക്കി മാറ്റും. എങ്ങനെ? ഫോട്ടോസിന്തസിസ് വഴി. ആര് മാറ്റും? സസ്യങ്ങൾ മാറ്റും. മനസ്സിലായോ? അപ്പൊ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ എന്താ ചെയ്യുന്നത്, ഹരിത സസ്യങ്ങളെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്.
ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു ടേബിൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കണം, PYQ ആണ്. ഓക്കെ. ഇനി പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉൽപാദകർ. ഈ സസ്യങ്ങള് ആണെന്ത് നമ്മൾ പറഞ്ഞു, പ്രാഥമിക ഊർജ സ്രോതസ് എന്ന് പറയുന്നത് ഏത് തന്നെ, നമ്മുടെ സൂര്യനാണ്. ആ സൂര്യനെ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസിന്തസിസിലൂടെ ഭക്ഷണം സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ആൾക്കാരാണ് ആര്, ഹരിത സസ്യങ്ങൾ എന്ന് പറയുന്നത്. അവർ ഭക്ഷണം ഉണ്ടാക്കുകയാണ്, പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, അല്ലേ, അല്ലെങ്കിൽ ഊർജം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് ഉൽപാദകർ എന്ന് പറയുന്നത്. അവരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ഹരിത സസ്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഉൽപാദകർ എന്ന് പറയും. നമ്മൾ എന്ത് പറയും, ഉൽപാദകർ എന്ന് പറയും. ഉൽപാദകർ എന്ന് പറയും. ഓക്കെ. നേരിട്ടോ അല്ലാതെയോ ഊർജത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റു ജീവികളെ നമ്മൾ ഉപഭോക്താക്കൾ എന്ന് പറയും. നേരിട്ടോ അല്ലാതെയോ ഊർജത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റ് ജീവികളെ നമ്മൾ ഉപഭോക്താക്കൾ എന്നും വിളിക്കും. മനസ്സിലായോ? അതാണ്ട് ഇതൊരു ഇമേജ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ളത് തന്നെ ഉള്ള ഒരു ഇമേജ് ആണ്. ഇവിടെ സസ്യങ്ങൾ എന്ന് പറയുന്നത് എന്താ, ഇവർ ഉൽപാദകരാണ്. ഇവരാണ് എന്ത്, ഉൽപാദകരാണ്, അല്ലയോ, ഉൽപാദകരാണ്. ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം എന്താ, സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അപ്പൊ ഇവരെ എല്ലാം നമുക്ക് പൊതുവായിട്ട് നമുക്ക് എങ്ങനെ വിളിക്കാം, ഉപഭോക്താക്കൾ എന്ന് വിളിക്കാം, അല്ലയോ. ഇവരെല്ലാം നമുക്ക് കോമൺ ആയിട്ട് എങ്ങനെ വിളിക്കാം, ഉപഭോക്താക്കൾ എന്ന് വിളിക്കാം, ഉപഭോക്താക്കൾ എന്ന് വിളിക്കാം. മനസ്സിലായോ? നേരിട്ടോ അല്ലാതെയോ എന്നാ പറഞ്ഞത്. നേരിട്ടോ അല്ലാതെയോ ഭക്ഷണമാക്കുന്നവരെ നമ്മൾ എന്ത് വിളിക്കുന്നു പറഞ്ഞേ, കണ്ടേ, അങ്ങനെ സെന്റൻസ് പറഞ്ഞേക്കുന്നത്, അല്ലയോ. നേരിട്ടോ അല്ലാതെയോ ഊർജത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റു ജീവികളെ നമ്മൾ ഉപഭോക്താക്കൾ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? താണ്ടെ ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഉപഭോക്താക്കളിൽ തന്നെ സസ്യങ്ങളെ, ഇവിടെ എന്തൊക്കെയാ സസ്യങ്ങളുണ്ട്, അതിനുശേഷം പുൽച്ചാടി, സസ്യങ്ങളെ പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ തവള കഴിക്കുന്നു, തവളയെ ഒരു പാമ്പ് കഴിക്കുന്നു. അതൊരു ഫുഡ് ചെയിൻ പോലുള്ള ഒരു സാധനമാണ് തന്നേക്കുന്നത്. മനസ്സിലായോ? ഹരിത സസ്യങ്ങളാണ് ഉൽപാദകർ എന്ന് പറഞ്ഞു. ബാക്കി ഹരിത സസ്യങ്ങളെ നേരിട്ടോ അല്ലാതെയോ ഉപയോഗിക്കുന്നവരെ നമ്മൾ ഉപഭോക്താക്കൾ എന്ന് വിളിച്ചു. മനസ്സിലായോ? സസ്യങ്ങളെ നേരിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, നമ്മുടെ സസ്യങ്ങളെ നേരിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ എന്തോ പറയും, പുൽച്ചാടി സസ്യങ്ങളെ നേരിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവരെന്തുവാ, പ്രാഥമിക ഉപഭോക്താവാണ്. മനസ്സിലായോ? അവര് പ്രാഥമിക ഉപഭോക്താവ് എന്ന് പറയും. മനസ്സിലായോ? തവളയോ, തവള സസ്യങ്ങളെ എങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, അല്ലയോ. അതായത് സസ്യങ്ങളെ ആശ്രയിച്ച, പുൽച്ചാടിയെ ആശ്രയിക്കുന്ന ആൾക്കാരാണ് ആര്, ഈ തവളകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അവരെ നമ്മൾ ദ്വിതീയ ഉപഭോക്താവ് എന്ന് പറയും. പിന്നീട് തവളയെ ഭക്ഷണമാക്കുന്ന പാമ്പിനെ നമ്മൾ തൃതീയ ഉപഭോക്താവ് എന്ന് പറയും. മനസ്സിലായോ? ആ ഒരു സംഭവം കിട്ടിയല്ലോ. അത് നമ്മുടെ നോട്ടിനകത്ത് എഴുതിയിട്ടുണ്ട്. നേരിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ നമ്മൾ പ്രാഥമിക ഉപഭോക്താക്കൾ എന്നും, അവയെ ആഹാരമാക്കുന്നവയെ ദ്വിതീയ ഉപഭോക്താക്കൾ എന്നും, ദ്വിതീയ ഉപഭോക്താക്കളെ ഭക്ഷിക്കുന്നവരാണ് തൃതീയ ഉപഭോക്താക്കൾ എന്നും മനസ്സിലാക്കി വെച്ചേക്കണം. ക്ലിയർ? ഓക്കെ ആണല്ലോ. അപ്പൊ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങളെ നമ്മൾ എന്താ വിളിക്കുന്നത്, ഉൽപാദകരെന്ന്. അവരെ നേരിട്ടോ അല്ലാതെയോ ഭക്ഷണമാക്കുന്നവരെ അല്ലെങ്കിൽ ഊർജത്തിനായി ഉപയോഗിക്കുന്നവരെ നമ്മൾ ഉപഭോക്താക്കൾ എന്ന് കോമൺ ആയിട്ട് പറയും. മനസ്സിലായോ? സസ്യങ്ങളെ നേരിട്ടാണെങ്കിൽ അവർ പ്രാഥമിക ഉപഭോക്താവ്, അല്ലാതെ ആണെങ്കിൽ അവർ ദ്വിതീയ ഉപഭോക്താവ്, ദ്വിതീയത്തെ ഭക്ഷണമാക്കുന്നവരാണെങ്കിൽ തൃതീയ ഉപഭോക്താവ്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മൾ ഉൽപാദകർ എന്താണ്, ഉപഭോക്താക്കൾ എന്താണ്, പ്രാഥമിക ഉപഭോക്താവ് ആര്, ദ്വിതീയ ഉപഭോക്താവ് ആര്, തൃതീയ ഉപഭോക്താവ് ആര് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി. ഇനി നമ്മൾ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് ഫുഡ് ചെയിനെ പറ്റി. ഫുഡ് ചെയിൻ നമുക്കറിയാം എന്താ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതാണ് ഈ കൊടുത്തേക്കുന്ന ഒരു ഫുഡ് ചെയിനാണ്. സസ്യങ്ങളെ ആഹാരമാക്കുന്നു, ഒരു പുൽച്ചാടി ഭക്ഷിക്കുന്നു. സസ്യങ്ങളെ ആഹാരമാക്കി, ഒരു പുൽച്ചാടി ഭക്ഷിച്ചു. മനസ്സിലായോ? ആ പുൽച്ചാടിനെ ഒരു തവള തിന്നുന്നു, ആ തവളനെ ഒരു പാമ്പ് തിന്നുന്നു, പാമ്പിനെ പരുന്ത് കഴിക്കുന്നു. മനസ്സിലായോ? അങ്ങനെ പോവും. ഓക്കെ ആണല്ലോ. അപ്പൊ അതൊരു ചെയിനാണ്, അല്ലേ. ആഹാരത്തെ അല്ലെങ്കിൽ ഊർജത്തിനായി ആഹാരം സ്വീകരിക്കുന്നതിന്റെ ഒരു ചെയിനായിട്ട് പോവാണ്. അതാണ് നമ്മുടെ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഫുഡ് ചെയിനിൽ ഒരു ഫുഡ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ആള് എപ്പോഴും എന്തായിരിക്കും, അതൊരു ഹരിത സസ്യമായിരിക്കും, അല്ലയോ. ഫുഡ് ചെയിന്റെ ആദ്യത്തെ ആളാരാ, ഇതൊരു ഹരിത സസ്യം, അല്ലയോ. ഇതാണ് ഫുഡ് ചെയിന്റെ ആദ്യത്തെ ആളെന്ന് പറയുന്നത്,
അല്ലയോ? ഫുഡ് ചെയിന്റെ ആദ്യത്തെ ആളെന്ന് പറഞ്ഞ ഇത് വരാം. ഇതെന്തുവാ? ഇത് ഹരിത സസ്യങ്ങളാണ്, അല്ലയോ? രണ്ടാമത്തെ കണ്ണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത് എപ്പോഴും പൊതുവെ ഒരു മാംസഭോജികളായിരിക്കും. അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത് എന്തുവാ? അതൊരു മാംസഭോജികളായിരിക്കും. ഓക്കെ, മാംസഭോജികളായിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന കണ്ണികൾ എന്ന് പറയുന്നത് സസ്യബുക്കുകളുമാകാം, അല്ലെങ്കിൽ മിശ്രഭോജികളാകാം. അതായത് സസ്യത്തെയും മാംസത്തെയും ആഹാരമാക്കുന്നവരാകാം. ഓക്കെ, ഇപ്പൊ ഫുഡ് ചെയിനകത്ത് എപ്പോഴും ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത്, ഫുഡ് ചെയിൻ ഓരോ കണ്ണികളാണ്. നമ്മുടെ ഹരിത സസ്യങ്ങൾ ഒരു കണ്ണിയാണ്, അവയെ ഭക്ഷണമാക്കുന്ന പുൽച്ചാടി അടുത്ത കണ്ണിയാണ്, അതിനെ തിന്നുന്ന തവള അടുത്ത കണ്ണിയാണ്, തവളയെ തിന്നുന്ന പാമ്പ് ഒരു കണ്ണിയാണ്, പാമ്പിനെ കഴിക്കുന്ന പരുന്ത് ഒരു കണ്ണിയാണ്. മനസ്സിലായോ? ഈ കണ്ണികളെല്ലാം നോക്കുമ്പോൾ ആദ്യത്തെ കണ്ണി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അത് ഒരു ഹരിത സസ്യമായിരിക്കും. മനസ്സിലായോ? അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. അവസാനത്തെ കണ്ണി എടുത്തു കഴിഞ്ഞാൽ അതൊരു മാംസഭോജിയായിരിക്കും. മനസ്സിലായോ? ഇനി ഇതിന്റെ ഇടയ്ക്ക് വരുന്നവരാണ് എന്ത്? ഇവര് മിശ്രഭോജികളാവാം, അതായത് സസ്യബുക്കുകളാവാം, അതേപോലെ തന്നെ ഒരു മാംസഭോജികളോ ആവാം. അതിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് എന്ത്? മിശ്രഭോജികൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ ആണല്ലോ? താണ്ടെ ഇവിടെ എഴുതിയേക്ക് നമുക്ക് നോക്കാം. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി, ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി എപ്പോഴും ഹരിത സസ്യങ്ങളായിരിക്കും. ആദ്യ കണ്ണി എപ്പോഴും ഹരിത സസ്യങ്ങളായിരിക്കും. അവസാന കണ്ണി പൊതുവായി മാംസഭോജികളായിരിക്കും. ഇടയ്ക്കുള്ള സസ്യഭോജികളോ മിശ്രഭോജികളോ ആകാം. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ ഫുഡ് ചെയിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞ ഒരൊറ്റ ചെയിനായിട്ട് പോകുന്നത്, ഒരൊറ്റ ചങ്ങലയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. സസ്യങ്ങൾ തിന്നുന്ന പുൽച്ചാടി തിന്നുന്ന തവള തിന്നുന്ന പാമ്പിനെ തിന്നുന്ന പരുന്ത്, അതൊരു ഫുഡ് ചെയിനാണ്. മനസ്സിലായോ? എന്നാൽ ഒരു ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫുഡ് ചെയിനുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭക്ഷ്യ ശൃംഖല ജാലം എന്ന് പറയുന്നത്. മനസ്സിലായോ? വിവിധ ഭക്ഷ്യ ശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ഭക്ഷ്യ ശൃംഖല ജാലം എന്ന് പറയുന്നത്, ഫുഡ് വെബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദാണ്ടെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഇമേജ് നോക്കിയാൽ മതി. പുല്ലിനെ, അതായത് നമ്മൾ എപ്പോഴും പറഞ്ഞു ഒന്നാമത്തെ കണ്ണി ആര് തന്നെ ആയിരിക്കും? അത് എപ്പോഴും പുല്ലായിരിക്കും. പുല്ലിനെ തിന്നുന്നത് പുൽച്ചാടി മാത്രമായിരുന്നോ? അല്ല, പുല്ലിനെ ആരൊക്കെ തിന്നുന്നുണ്ട്? പുൽച്ചാടി തിന്നുന്നുണ്ട്, പിന്നാരുണ്ട്? പുഴു കഴിക്കുന്നുണ്ട്, ആട് കഴിക്കുന്നുണ്ട്, മുയൽ കഴിക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ ആടിനെയും മുയലിനെയൊക്കെ ഭക്ഷണമാക്കുന്നവരാണ് സിംഹം, പുലി, മനുഷ്യരെന്നൊക്കെ പറയുന്നത്, ഇല്ലയോ? അതേപോലെ പുൽച്ചാടീനെയൊക്കെ ഭക്ഷണമാക്കുന്നവരാണ് ആരൊക്കെ? കോഴി, തവള, ഓന്ത് എന്നൊക്കെ പറയുന്നത്. കോഴിയെ നമ്മളും ഭക്ഷണമാക്കാറുണ്ട്, അല്ലയോ? അപ്പൊ അത് അങ്ങോട്ട് പോയി. ഈ കോഴി, തവള, ഓന്തിനെയൊക്കെ ഭക്ഷണമാക്കുന്നവരാണ് പാമ്പ് എന്ന് പറയുന്നത്. പാമ്പിനെ ഭക്ഷണമാക്കുന്നതാണ് പരുന്തിന്റെ ജോലി. ഓക്കെ, ഇതേപോലെ തന്നെ പുല്ലിനെ ഭക്ഷണമാക്കുന്ന ഒരു വിഭാഗമാണ് മാനിനെ ആര് കഴിക്കുന്നുണ്ട്? ഈ പറഞ്ഞ സിംഹവും പുലിയൊക്കെ മാനിനെയും കഴിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിക്കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. മനസ്സിലായോ? ഫുഡ് ചെയിനുകളുടെ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പടത്തിനകത്ത് വീണ്ടും വരും. അതിനു മുമ്പ് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് പോഷണ തലങ്ങൾ എന്ന് പറയുന്നത്, ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത്. എന്താണ് ട്രോപ്പിക് ലെവൽ എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ട്രോപ്പിക് ലെവൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷ്യ ശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഭക്ഷ്യ ശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണെന്ത്? പോഷണതലം എന്ന് പറയുന്നത്. മനസ്സിലായോ? താണ്ടെ ഭക്ഷ്യ ശൃംഖല, നമ്മളൊരു ചെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്നത്. ഇപ്പൊ പുല്ലെന്ന് പറയുന്നത് ആദ്യത്തെ സ്ഥാനത്ത് വരുന്നത്, ഇപ്പൊ ഇത് ഒന്നാം പോഷണ തലമാണ്, അല്ലയോ? മുയല്, ആട്, പുൽച്ചാടി എന്നൊക്കെ പറയുന്നത് രണ്ടാം ഘട്ടത്തിൽ വരുന്നതാണ്. അപ്പൊ ഇവര് രണ്ടാം പോഷണ തലത്തിൽ വരുന്നതാണ്. മനസ്സിലായോ? സിംഹം, പുലി, മനുഷ്യരൊക്കെ എന്തുവാ? മൂന്നാം പോഷണ തലത്തിൽ വരുന്നതാണ്. ഇവരെയൊക്കെ ഭക്ഷണമാക്കുന്ന പാമ്പ് അല്ലെങ്കിൽ പരുന്തൊക്കെ നാലാം പോഷണ തലത്തിൽ വരുന്നതാണ്. മനസ്സിലായോ? അപ്പൊ ഓരോ ഫുഡ് ചെയിനിലും അല്ലെങ്കിൽ ഫുഡ് ചെയിനില് ഓരോ ജീവികൾ ഏതൊക്കെ സ്ഥാനങ്ങളിൽ നിൽക്കുന്നു അതാണ് അതിന്റെ ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭക്ഷ്യ ശൃംഖലയിലെ ഫുഡ് ചെയിനിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണെന്ത്? പോഷണതലം. ഭക്ഷ്യ ശൃംഖലകൾ ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നാകിയാൽ അവയെ ഒന്നാം പോഷണതലത്തിൽ പെടുത്താം. അപ്പം ഇതാണ്ടേ, എപ്പോഴും ഭക്ഷ്യ ശൃംഖല തുടങ്ങുന്ന എവിടുന്ന? സസ്യങ്ങളിൽ നിന്നാണ്. അപ്പൊ ഇവരെന്താ? ഒന്നാം പോഷണതലം എന്ന് പറയാം, അല്ലയോ? ഇനി ആരംഭിക്കുന്ന സസ്യങ്ങളിൽ നിന്നാകിയാൽ അവയെ ഒന്നാം പോഷണതലം എന്ന് തലത്തിൽ പെടുത്താം.
ഓക്കെ. സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് പോഷണം സ്വീകരിക്കുന്ന സസ്യാഹാരികളെ നമ്മൾ രണ്ടാം പോഷണ തലത്തിൽപ്പെടുത്താം. സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് പോഷണം സ്വീകരിക്കുന്ന സസ്യാഹാരികളെ രണ്ടാം പോഷണത്തിന് നമുക്ക് ചേർക്കാം. വേണ്ടേ, സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് ഭക്ഷണം സ്വീകരിക്കുന്നതാണ് ഇവിടെ പുൽച്ചാടി. അപ്പൊ ഈ പുൽച്ചാടി എന്ന് പറയുന്നത് എന്തുവാ? രണ്ടാം പോഷണ തലം. നമ്മള് ഫുഡ് വെബ് എടുത്തു കഴിഞ്ഞാൽ അതാണ്ടേ മുയല്, ആട്, പുഴു, പുൽച്ചാടിയൊക്കെ എന്തുവാ? പുല്ലിൽ നിന്ന് നേരിട്ട് സസ്യങ്ങളെ എടുക്കുക. അപ്പൊ അവരെല്ലാം എന്തുവാ? രണ്ടാം പോഷണ തലത്തിൽ ഉൾപ്പെടുന്നതാണ്. മനസ്സിലായോ? ഇനി പോഷണത്തിനായി ഓക്കെ, പോഷണത്തിനായി അവയെ ആശ്രയിക്കുന്ന മാംസാഹാരികളെ മൂന്നാം പോഷണ തലത്തിലും പെടുത്താം. ഓക്കെ, മാംസാഹാരികളെ ഇരയാക്കുന്ന ഇരപിടിയന്മാര് നാലാം പോഷണ തലത്തിൽ ഉള്ളതാണ്. ഭക്ഷ്യശൃംഖലാജാലം സങ്കീർണമാകുന്നതനുസരിച്ച് ഒരു ജീവി തന്നെ വിവിധ പോഷണ തലങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, താണ്ടെ ഈ സസ്യാഹാരികളെ കഴിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു മാംസാഹാരി കഴിക്കാം. ആ മാംസാഹാരി എന്ന് പറഞ്ഞാൽ മൂന്നാം പോഷണ തലത്തിൽ വരും. മനസ്സിലായോ? അവരെ ഭക്ഷണമാക്കുന്ന ഇരപിടിയന്മാര് അവര് നാലാം പോഷണ തലത്തിൽ വരും. മനസ്സിലായോ? അങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ ഫുഡ് ചെയിൻ പോകും തോറും അത് നമ്മൾ ഓരോ പോഷണ തലങ്ങളായിട്ട് കൂടിക്കൊണ്ടുവരും. മനസ്സിലായോ? അതാണ് ഒരു ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത്. ആണ്ടെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പുല്ലെന്ന് പറയുന്നത് എന്താ? ഒന്നാം പോഷണ തലത്തിൽ വരുന്നതാ. ആ പുല്ലിനെ നേരിട്ട് ആശ്രയിക്കുന്ന മുയല്, ആട്, പുഴു, പുൽച്ചാടി അതൊക്കെ എല്ലാം എന്താ? രണ്ടാം പോഷണ തലത്തിൽ വരുന്നതാ. മനസ്സിലായോ? മുയലിനെയും ആടിനെയും ഒക്കെ ഭക്ഷണമാക്കുന്ന, പുഴുവിനെയും പുൽച്ചാടിനെയും ഒക്കെ ഭക്ഷണമാക്കുന്ന ഈ പറഞ്ഞ സിംഹം, പുലി, മനുഷ്യര്, കോഴി, തവള, ഓന്ത് ഇതെല്ലാം എന്തുവാ? മാംസാഹാരികളാണ്. മാംസം ഭക്ഷിക്കുമല്ലയോ? മാംസം ഭക്ഷിക്കുന്നുണ്ട്. അപ്പൊ അത് മാംസാഹാരികളാണ്. അവരെല്ലാം മൂന്നാം പോഷണ തലത്തിൽ വരുന്നുണ്ട്. മനസ്സിലായോ? അതേപോലെ സിംഹം എന്ന് പറയുന്ന ഒരു ഇരപിടിയനും കൂടാ. മനസ്സിലായി? അപ്പൊ മുയലിന്റെ ഇടയ്ക്ക് ഒരു ചെന്നായ വരും. ആ ചെന്നായനെ സിംഹം കഴിക്കുന്നു. അപ്പൊ സിംഹം അവിടെ എന്തുവാ? ഇരപിടിയനാണ്. അപ്പൊ അത് നാലാം പോഷണ തലത്തിലേക്ക് വരും. ഉദാഹരണത്തിന് അല്ല ഇവിടെ പറയുവാണെങ്കിൽ തവളയെ കഴിക്കുന്ന പാമ്പ് അത് നാലാം പോഷണ തലത്തിൽ വരും. മനസ്സിലായോ? ഇതൊക്കെയാണ് എന്ത്? ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇപ്പൊ ട്രോപ്പിക് ലെവൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത നമ്മൾ ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എക്സാമിന് ചോദിച്ചത് മൂന്നാമത്തതാണ്. പുൽച്ചെടി, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത്. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പൊ പുൽച്ചെടീനെ മുയൽ കഴിക്കുന്നു, മുയലിനെ പരുന്ത് കഴിക്കുന്നു. ഇപ്പൊ പുൽച്ചെടി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒന്നാം പോഷണതലം. നേരിട്ട് ആഹാരമാക്കുന്ന പുൽച്ചാടിയല്ല, പുൽച്ചെടിന്ന് എഴുതിയേക്കുന്നത് കേട്ടോ. പുൽച്ചെടിയെ ഒന്നാം പോഷണതലത്തിൽ വരും. അതിനെ നേരിട്ട് ആഹാരമാക്കുന്ന മുയല് രണ്ടാം പോഷണതലത്തിൽ വരും. മുയലിനെ ഭക്ഷണമാക്കുന്ന മാംസഭോജിയായ പരുന്ത് മൂന്നാം പോഷണതലത്തിൽ വരും. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ കേസിൽ വീണ്ടും പുൽച്ചെടിനെ ആര് ഭക്ഷിക്കുന്നു? പുൽച്ചാടി ഭക്ഷിക്കുന്നു. അപ്പൊ നേരിട്ട് പുൽച്ചെടി എപ്പോഴും ഒന്നാം പോഷണതലം. ചെടികളെല്ലാം എന്തുവാ? ഒന്നാം പോഷണതലത്തിൽ വരുന്നത്. പുൽച്ചാടി ആശ്രയിക്കുന്നു. അപ്പം പുൽച്ചാടി വരുന്ന ഏതാ? രണ്ടാം പോഷണതലത്തിലാണ്. പുൽച്ചാടിനെ ഓന്ത് കഴിച്ചു കഴിഞ്ഞാൽ ഓന്ത് വരുന്ന മൂന്നാം പോഷണതലത്തിലാണ്. ഓന്തിനെ പരുന്ത് കഴിക്കുന്നു. അത് ഇരപിടുത്തോ. അപ്പം പരുന്ത് എന്ന് പറയുന്നത് നാലാം പോഷണതലത്തിൽ വരും. മനസ്സിലായോ? അതേപോലെ അടുത്ത കേസിൽ നോക്കിക്കഴിഞ്ഞാൽ പുൽച്ചെടിയെ പുൽച്ചാടി കഴിക്കുന്നു, നേരിട്ട് കഴിക്കുന്നു. അപ്പൊ രണ്ടാം പോഷണതലത്തിൽ വരും. പുൽച്ചാടിനെ തവള കഴിക്കുന്നു, അത് മൂന്നാലിൽ വരും. തവളനെ പാമ്പ് കഴിക്കുന്നു, അത് നാലില് വരും. പാമ്പിനെ ഇരപിടുത്തമായിട്ട് പരുന്ത് കഴിക്കും. അപ്പൊ അത് അഞ്ചാം പോഷണതലത്തിൽ വരും. മനസ്സിലായോ? ഇതാണ് ഓരോ ട്രോപ്പിക് ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമ്മൾ ഇനി അടുത്ത പറയുന്നത് അടുത്ത നമ്മൾ പറയാൻ പോകുന്നു ആഹാര ശൃംഖലയെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. കണ്ട് ഇവിടെ എഴുതിയേക്കുന്ന ആദ്യത്തെ സെന്റൻസ് നമുക്ക് നോക്കാം. സസ്യബുക്കുകളെ ആഹാരമാക്കുന്ന ഉപഭോക്താക്കളാണ് മാംസബുക്കുകൾ അഥവാ പ്രാഥമിക മാംസബുക്കുകൾ എന്ന് പറയും. നമ്മൾ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് പുല്ല്, പുൽച്ചാടി, തവള. ഓക്കെ, അപ്പൊ പുൽച്ചാടിനെ നേരിട്ടില്ലയോ? അതായത് ദാണ്ടെ സസ്യബുക്കുകളെ ആഹാരമാക്കുന്ന ഉപഭോക്താക്കളാണ് മാംസബുക്കുകൾ അഥവാ പ്രാഥമിക മാംസബുക്കുകൾ എന്ന് പറയും. മനസ്സിലായോ? അപ്പം രണ്ടാമത്തത് ആരായിരിക്കും? എപ്പോഴും രണ്ടാമത്തത് ആരായിരിക്കും? സസ്യങ്ങളെ നേരിട്ട് സ്വീകരിക്കുന്നത് എപ്പോഴും സസ്യാഹാരി ആയിരിക്കും, അല്ലയോ? ആ സസ്യാഹാരിനെ നേരിട്ട് ഭക്ഷണം ആക്കുന്ന മാംസഭോജികളെ നമ്മൾ പ്രാഥമിക മാംസഭോജികൾ എന്ന് പറയും. മനസ്സിലായോ? ഈ തവളനെ ഇനി അടുത്ത് കഴിക്കുന്നത് ചിലപ്പോ പാമ്പായിരിക്കും. തവളനെ കഴിക്കുന്ന ആരായിരിക്കും? പാമ്പായിരിക്കും. മനസ്സിലായോ? അപ്പൊ പാമ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ?
പാമ്പെന്ന് പറഞ്ഞു വരുന്നത് അടുത്ത ഏതിനകത്ത് വരും? പാമ്പെന്ന് പറയുന്നത് അതായത് താണ്ടെ ആഹാരത്തിനായി പ്രാഥമിക മാംസബുക്കുകളെ ആശ്രയിക്കുന്നവരാണ് ദ്വിതീയ മാംസബുക്കുകൾ. മനസ്സിലായോ? ഈ പ്രാഥമിക മാംസബുക്കുകളെ ഭക്ഷിക്കുന്നവരെ നമ്മൾ ദ്വിതീയ മാംസബുക്കുകൾ എന്ന് പറയും. ഓക്കെ, ഇത് ജസ്റ്റ് കാർണിവോറസ് എന്താണ് എന്നുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ഉപഭോക്താക്കളാണ് മാംസബുക്കുകൾ, അല്ലെങ്കിൽ അതിനെ പ്രാഥമിക മാംസബുക്ക് എന്ന് പറയും. പ്രാഥമിക മാംസബുക്കിനെ ആഹാരമാക്കുന്നവരെ ദ്വിതീയ മാംസബുക്ക് എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം കൂടെ, ഭക്ഷ്യശൃംഖലയെ പ്രധാനമായിട്ട് നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഭക്ഷ്യശൃംഖലയെ, അതായത് ഫുഡ് ചെയിന്, നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. മനസ്സിലായോ? ഒന്ന് GFC എന്നും GFC എന്നും ഒന്ന് DFC എന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. മനസ്സിലായോ? GFC എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മുടെ സാധാരണ ഫുഡ് ചെയിൻ ഉണ്ടല്ലോ, സാധാരണ ഫുഡ് ചെയിൻ, അതായത് പുൽച്ചാടിയിൽ നിന്ന് തുടങ്ങി സസ്യങ്ങളിൽ നിന്ന് തുടങ്ങി പുൽച്ചാടി, തവള അങ്ങനെ പോകുന്ന സാധാരണ ഫുഡ് ചെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നത്. ഒരു സാധാരണ ഫുഡ് ചെയിനെ നമ്മൾ പറയുന്നതാണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പുല്ല് എന്ന് പറയുന്നത് ആരാ? ഉൽപാദകരാണ്. അവരെ ഭക്ഷണമാക്കുന്ന പ്രാഥമിക ഉപഭോക്താവ് ആടിനെ ഭക്ഷണമാക്കുന്ന മനുഷ്യൻ ദ്വിതീയ ഉപഭോക്താവ്. മനസ്സിലായോ? അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു GFCക്ക് എക്സാമ്പിൾ ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു GFCക്ക് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പാണ് DFC എന്ന് പറയുന്നത്, അതായത് ഡെട്രീഷ്യസ് ഫുഡ് ചെയിൻ. ഡെട്രീഷ്യസ് ഫുഡ് ചെയിൻ എന്ന് പറയും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൃതാവശിഷ്ടങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ഫുഡ് ചെയിൻ ആണ്. മനസ്സിലായോ? മൃതാവശിഷ്ടങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ഫുഡ് ചെയിൻ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? DFC എന്ന് പറയുന്നത്. അപ്പൊ DFC എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്ന എവിടുന്ന? മൃതാവശിഷ്ടങ്ങളിൽ നിന്നാണ്. മൃതാവശിഷ്ടങ്ങളിൽ നിന്നും തുടങ്ങുന്ന ഫുഡ് ചെയിൻ ആണെന്ത്? DFC എന്ന് പറയുന്നത്. ഡെട്രീഷ്യസ് ഫുഡ് ചെയിൻ എന്ന് പറയും. അതാണ്ടേ മൃതാവശിഷ്ടങ്ങളിൽ നിന്നും ആരംഭിക്കുന്നതാണ് മൃതാവശിഷ്ട ഭക്ഷ്യ ശൃംഖല, അല്ലെങ്കിൽ ഡെട്രീഷ്യസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. പരപോഷികളായ ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ വിഘാടകർ ചേർന്നാണ് ഇതുണ്ടായിരിക്കുന്നത്. ഇവയ്ക്ക് ആവശ്യമായ ഊർജവും പോഷണവും മൃതാവശിഷ്ടങ്ങളുടെ വിഘടനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അതിനാൽ ഇവ മൃതഭോജികൾ, സാപ്രോട്രോപ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. വിഘാടകർ ഉൽപ്പാദിപ്പിക്കുന്ന ദഹന രസാഗ്നികൾ മൃതാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് ലഘു അകാർബണിക വസ്തുക്കളാക്കി മാറ്റി ആഗിരണം ചെയ്യുന്നു. ഇതാണ് ഡെട്രീഷ്യസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അതായത് ഒന്നുമില്ല, അതായത് ഈ മൃതാവശിഷ്ടങ്ങളൊക്കെ മണ്ണിനോട് ലയിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ആരൊക്കെ വരും? ഈ പറഞ്ഞ ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ വിഘാടകരൊക്കെ ചേർന്ന് എന്ത് ചെയ്യും? അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന രാസാഗ്നികളൊക്കെ ഈ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും എന്തുണ്ടാക്കും? ആ ഒരു ഊർജം സ്വീകരിച്ച് അവരിൽ നിന്ന് പുതിയ സസ്യങ്ങളെ രൂപം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അതായത് ജീർണിച്ച അതിനെ നമ്മൾ വളമാക്കി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ജീർണിച്ച വിഘാടകർ ഡീകമ്പോസ് ചെയ്ത് മാറ്റിയ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും എന്ത് ചെയ്യും? പുതിയ സസ്യങ്ങളിലേക്കൊക്കെ വളർച്ച വരും. മനസ്സിലായോ? അവിടുന്ന് തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിൽ നിന്നല്ല, അത് എവിടുന്ന തുടങ്ങുന്നത്? വിഘാടകരിൽ നിന്നാണ്, അല്ലെങ്കിൽ മൃതാവശിഷ്ടങ്ങളിൽ നിന്നാണ് ആ ഒരു ഫുഡ് ചെയിൻ തുടങ്ങുന്നത്. മൃതാവശിഷ്ടങ്ങളിലേക്ക് ആര് വരും? ഈ ബാക്ടീരിയ, അതായത് സാപ്രോട്രോപ്സ് എന്ന് പറയുന്ന, ഡീകമ്പോസസ് എന്ന് പറയുന്ന, വിഘാടകർ എന്ന് പറയുന്ന ആൾക്കാർ വന്ന് കയറും. മൃതാവശിഷ്ടങ്ങളെ ആര് കഴിക്കും? ഡീകമ്പോസസ് കഴിക്കും. ഡീകമ്പോസസ് ഇതിനകത്തോട്ട് വരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന രാസാഗ്നികളൊക്കെ ഇവരെ വിഘടിപ്പിച്ച് അതിൽ നിന്ന് പുതിയ സസ്യങ്ങളൊക്കെ രൂപം കൊള്ളും. അതിൽ നിന്ന് ചിലപ്പോഴൊക്കെ സസ്യങ്ങൾ രൂപപ്പെടാറുണ്ട്. ആ സസ്യങ്ങൾ വീണ്ടും പുൽച്ചാടി, തവളെ പാമ്പ് കഴിക്കുന്നു, പാമ്പിനെ പരുന്ത് കഴിക്കുന്നു. അപ്പൊ അത് അങ്ങനെ പോകും. മനസ്സിലായോ? അത് കുറച്ചുകൂടെ നീളം കൂടിയ ഒരു ഫുഡ് ചെയിൻ ആയിരിക്കും, അല്ലയോ? കുറച്ചുകൂടെ നീണ്ടു നിൽക്കുന്ന ഒരു ഫുഡ് ചെയിൻ ആയിരിക്കും. ക്ലിയർ ആണോ? അതാണ് DFC അല്ലെങ്കിൽ ഡെട്രീഷ്യസ് ഫുഡ് ചെയിൻ എന്ന് പറയും. മലയാളത്തിൽ മൃതാവശിഷ്ട ഭക്ഷ്യ ശൃംഖല എന്ന് പറയും. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. GFCയും DFCയും എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. GFC എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഫുഡ് ചെയിനെയാണ് നമ്മൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? DFC എന്തുവാ? മൃതാവശിഷ്ടങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. മൃതാവശിഷ്ടങ്ങളിൽ ആര് വന്ന് കയറും? ഈ പറഞ്ഞ ഡീകമ്പോസസ് കയറും. ഡീകമ്പോസസിന് എക്സാമ്പിൾ ആണ് ബാക്ടീരിയ, ഫംഗസ് എന്ന് പറയുന്നത്. അവർ വന്ന് കയറും. അവരുടെ എൻസൈം ഒക്കെ കാരണം ഈ ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ എന്ത് രൂപം കൊള്ളും? പുതിയ സസ്യങ്ങളൊക്കെ രൂപം കൊള്ളും. അങ്ങനെ നീണ്ടുപോകുന്ന ഫുഡ് ചെയിൻ ആണ് എന്ത്? ഡെട്രീഷ്യസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്.
ഓക്കെ ഓക്കെ ആണല്ലോ. കണ്ട് മറ്റുള്ള ജീവികളുമായുള്ള ആഹാര ബന്ധത്തിനനുസരിച്ച് ജീവികൾക്ക് അവ വസിക്കുന്ന ചുറ്റുപാടിലോ സമുദായത്തിലോ ഒരു സ്ഥാനമുണ്ട്. ആഹാരത്തിന്റെയോ പോഷണത്തിന്റെയോ സ്രോതസ്സിനെ അടിസ്ഥാനമാക്കി ഓരോ ജീവിക്കും ഭക്ഷ്യശൃംഖലയിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഇതിനെ പോഷണതലം എന്ന് പറയപ്പെടുന്നു. ഉൽപാദകരാണ് ഒന്നാമത്തെ പോഷണതലത്തിൽ ഉൾപ്പെടുന്നത്. സസ്യബുക്കുകൾ രണ്ടാമത്തെ പോഷണതലത്തിലും മാംസബുക്കുകൾ ദ്വിതീയ മൂന്നാമത്തെ പോഷണതലത്തിലും ഉൾപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ +1 ടെക്സ്റ്റിൽ NCERT ടെക്സ്റ്റിൽ വന്നേക്കുന്ന ഒരു കട്ടിംഗ് ആണ് ഞാൻ വിളിച്ചത്. നമ്മൾ നേരത്തെ SCERTയിലെ ഒരു ഭാഗമാണ് നമ്മൾ ട്രോപ്പിക് ലെവലിൽ നോക്കിയായിരുന്നു. അതിന്റെ അതേ കാര്യം തന്നെ NCERTയിലും പറയുന്നുണ്ട്. അതാണ് ജസ്റ്റ് ഈ ഒരു കാര്യത്തിനകത്ത് പറയുന്നത്. ഓക്കെ, ദാണ്ടേ ഒന്നാമത്തെ പോഷണതലത്തിൽ ആര് വരുന്നയാ? ഉൽപാദകർ. സസ്യങ്ങൾ അടങ്ങുന്ന ഒന്നാമത്തെ പോഷണതലത്തിൽ വരുന്നതാണ് ആര്? സസ്യങ്ങൾ അടങ്ങുന്ന ഒന്നാമത്തെ പോഷണതലം. ആ ഉൽപാദകരിനകത്ത് വരുന്നതാണ് ആര്? സസ്യപ്ലവകങ്ങൾ, വൃക്ഷങ്ങൾ, നെൽച്ചെടികൾ, പുൽച്ചെടികൾ ഒക്കെ വരുന്ന എന്തുവാ? ഈ ഉൽപാദകരിൽ വരുന്ന, അല്ലെ ഒന്നാം പോഷണതലത്തിൽ വരുന്ന. സസ്യപ്ലവകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് എന്ന് പറയും. എന്തുവാ? ഫൈറ്റോ പ്ലാങ്ക്ടൻസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോഷണതലത്തിലാണ് പ്രാഥമിക ഉപഭോക്താക്കൾ വരുന്നത്. ആ സസ്യങ്ങളെ നേരിട്ട് ആഹാരമാക്കുന്നവർ, അതാണ് പ്രാഥമിക ഉപഭോക്താക്കൾ. അത് സസ്യാഹാരികളായിരിക്കും സ്വാഭാവികമായിട്ടും. അതാണ് ജന്തുപ്ലവകങ്ങൾ, പുൽച്ചാടി, പശു ഒക്കെ വരുന്ന ഇതിനകത്ത് ആ സസ്യാഹാരികളാണ്. ജന്തുപ്ലവകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂ പ്ലാങ്ക്ടൻസ് എന്ന് പറയും. മനസ്സിലായ? പുൽച്ചാടി, പശു ഇതൊക്കെ പ്രാഥമിക ഉപഭോക്താക്കൾ അല്ലെങ്കിൽ സസ്യാഹാരികളാണ് രണ്ടാം പോഷണതലത്തിൽ വരുന്നത്. ഇനി മൂന്നാം പോഷണതലത്തിൽ വരുന്നത്, അതായത് സസ്യങ്ങളെ ആഹാരമാക്കുന്ന മാംസഭോജികൾ. മനസ്സിലായോ? അതാണ് ദ്വിതീയ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. അവർ വരുന്ന ഇതിനകത്ത് ആ മൂന്നാം പോഷണതലത്തിലാണ്. അതാരൊക്കെയാ? പക്ഷികൾ, മത്സ്യങ്ങൾ, ചെന്നായ, ഇതെല്ലാം ഇതിനകത്ത് വരും, മൂന്നാം പോഷണതലത്തിൽ വരും. മനസ്സിലായോ? ഇനി നാലാമത്തെ പോഷണതലത്തിൽ, അതായത് ദ്വിതീയ ഉപഭോക്താക്കളെ ഭക്ഷണമാക്കുന്നവരെ തൃതീയ ഉപഭോക്താവ്, അത് വരുന്നത് നാലാമത്തെ പോഷണതലത്തിലാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെ ആയിരിക്കും? മാംസാഹാരികളെ ഭക്ഷിക്കുന്നവരായിരിക്കും. മനസ്സിലായോ? മനുഷ്യൻ, സിംഹം, അതൊക്കെ എന്തുവാ? സിംഹം എന്നൊക്കെ പറയുന്ന ഇരപിടിയന്മാരെന്നൊക്കെ പറയും. അവരൊക്കെ വരുന്ന ഇതിനകത്ത് നാലാമത്തെ പോഷണതലത്തിലാണ്. ക്ലിയർ ആണല്ലോ? ഇതൊരു എക്സാമ്പിൾ ആയിട്ട്, ചാർട്ടായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ഒരു കാര്യം പറയാൻ പോകുന്നത് 10% ലോ എന്താണെന്നുള്ളതാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. 10% ലോ എന്ന് പറയുന്നത്. 10% ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ ഭൂമിയുടെ പ്രാഥമിക ഊർജ സ്രോതസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൂര്യനായിരിക്കും, അല്ലയോ? സൂര്യനാണ് പ്രാഥമിക ഊർജ സ്രോതസ് എന്ന് പറയുന്നത്. സൂര്യനാണ് പ്രാഥമിക ഊർജ സ്രോതസ് എന്ന് പറയുന്നത്. ആ സൂര്യനിൽ നിന്നും ഏകദേശം ഒരു 50% ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കാൻ പറ്റുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു 50%. അതിനകത്തുനിന്ന് ഓരോ സസ്യങ്ങളും ഏകദേശം ഒരു 1-2% സൂര്യരശ്മികളെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കത്തുള്ളൂ? ഈ ഫോട്ടോസിന്തസിന് വേണ്ടി ഒരു സസ്യം ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പം ആ സസ്യങ്ങളെ അങ്ങനെ കിട്ടുന്ന ഊർജം, സസ്യങ്ങൾ എന്താ ചെയ്യുന്നത്? ആ സൂര്യപ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ട് എന്ത് ഉണ്ടാക്കുക? ഊർജത്തെ നിർമ്മിക്കുക, അല്ലയോ? സസ്യങ്ങൾ എന്താ ചെയ്യുന്നത്? ഊർജത്തെ നിർമ്മിക്കുക. അപ്പൊ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. ആ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ആരാ? സസ്യങ്ങളെ ആഹാരമാക്കുന്നത് പുൽച്ചാടി. പുൽച്ചാടിനെ ആഹാരമാക്കുന്നത് തവള. തവളനെ ആഹാരമാക്കാൻ സിംഹം. മനസ്സിലായോ? ഇങ്ങനെ ഓരോ ഫുഡ് ചെയിനും അല്ലെങ്കിൽ ഓരോ പോഷണതലം പോകുമ്പോഴും മുൻപത്തെ പോഷണതലത്തിൽ നിന്ന് 10% ഊർജം മാത്രമാണ് അടുത്തതിനകത്തോട്ട് എടുക്കുന്നത്. മനസ്സിലായോ? അതായത് സൂര്യനിൽ നിന്നും സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഇത്ര ശതമാനം ഊർജത്തെ എടുത്തുകൊണ്ട്, അതായത് പ്രകാശോർജത്തെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവരെന്താക്കി മാറ്റുക? രാസോർജമാക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരു ഊർജം ഉൽപ്പാദിപ്പിക്കുക അവിടെ. മനസ്സിലായോ? ആ ഊർജത്തിന്റെ ആ സസ്യത്തെ നമ്മുടെ പുൽച്ചാടി വന്ന് കഴിക്കുമ്പം അതിന്റെ ഒരു 10% എങ്ങോട്ടേക്ക് പോകുന്നത്? സസ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഊർജത്തിന്റെ ഒരു 10% പുൽച്ചാടിയിലേക്ക് പോകുന്നത്. മനസ്സിലായോ? അങ്ങനെ ആ പുൽച്ചാടിക്ക് ഒരു 10% കിട്ടിയല്ലോ. ഈ പുൽച്ചാടിയെ കഴിക്കുമ്പം ആ പുൽച്ചാടിക്കകത്തുള്ള മൊത്തം ഊർജത്തിന്റെ ഒരു 10% എങ്ങോട്ടേക്ക് പോകുന്നത്? തവളയിലേക്ക് പോകുന്നത്. അങ്ങനെ അടുത്തതിനകത്ത് ഈ തവളനെ ഒരു സിംഹം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ പാമ്പ് കഴിക്കുമ്പോഴോ, സിംഹം വേണ്ട, നമുക്ക് പാമ്പ് കഴിക്കുമ്പോഴോ ഇങ്ങോട്ടേക്കും എത്ര ശതമാനം വരുന്നു? അടുത്ത 10% വരും.
മനസ്സിലായോ? ഇപ്പൊ ഓരോ പോഷണതലങ്ങൾ കഴിഞ്ഞു വരുമ്പോഴത്തേക്കിനും വെറും 10% ഊർജ്ജമാണ് അടുത്ത പോഷണതലത്തിലേക്ക് മാറ്റപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ 10% ലോ എന്ന് പറയുന്നത്. അതിനെയാണ് 10% ലോ എന്ന് പറയുന്നത്. ഗ്രേസിംഗ് ഭക്ഷ്യ ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിലെ പോഷണതലങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിരിക്കുന്നതിന്റെ കാരണം ഊർജ കൈമാറ്റത്തിന്റെ 10% നിയമമാണ്. അതായത് ഒരു പോഷണതലത്തിൽ നിന്നും അടുത്ത പോഷണതലത്തിലേക്ക് 10% ഊർജം മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. പ്രകൃതിയിൽ ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ ഉൽപാദകർ, സസ്യബുക്ക്, പ്രാഥമിക മാംസബുക്ക്, ദ്വിതീയ മാംസബുക്ക് എന്നിങ്ങനെ വ്യത്യസ്ത തലങ്ങൾ സാധ്യമാണ്. എന്നാൽ മൃതാവശിഷ്ട ഭക്ഷ്യ ശൃംഖലയിൽ ഇത്തരത്തിലുള്ള പരിമിതി ഉണ്ടോ? ഇല്ല. കാരണം അവരെവിടുന്ന തുടങ്ങുന്നത്? മൃതാവശിഷ്ടങ്ങളിൽ നിന്ന് തുടങ്ങിയ ഒരു നീണ്ട ഒരു ചെയിനാണ്, അല്ലയോ? നമ്മൾ നേരത്തെ പറഞ്ഞു DFC എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡിട്രീഷ്യസ് ഫുഡ് ചെയിനകത്ത് ഒരു നീണ്ട ചെയിൻ, ചങ്ങല പോലെ കിടക്കുന്നത്. എന്നാൽ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആകുമ്പോഴോ അതിന്റെ ഭക്ഷ്യ ശൃംഖല എന്ന് പറഞ്ഞാൽ ചെറുതാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ആ ചെറുതാവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ജസ്റ്റ് ഒരു 10% പുൽച്ചാടി എടുക്കുന്നുള്ളൂ. പുൽച്ചാടിയിൽ നിന്ന് കഴിക്കുമ്പോഴത്തേക്കും ഒരു 10% ഊർജ്ജമേ തവളയ്ക്ക് കിട്ടുന്നുള്ളൂ. അതിന്റെ ഒരു 10% ആൾക്ക് കിട്ടുന്നുള്ളൂ, തവളയെ കഴിക്കുന്ന പാമ്പിലേക്ക് വരുന്നുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മുടെ ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖല എന്ത് ആവാൻ കാരണം? പരിമിതപ്പെടാൻ കാരണം, ഒരു ചെറിയൊരു ലിമിറ്റ് വരാൻ കാരണം. മനസ്സിലായോ? അവിടെ ഇത് എഴുതിയേക്കുന്നത്. ഒന്നാമത്തെ പോഷണതലത്തിൽ ഉൽപാദകർ, സസ്യങ്ങൾ, അതായത് സൂര്യന്റെ ഇത്ര ശതമാനം 50% സസ്യങ്ങൾ സ്വീകരിക്കും, ബാക്കി 50% അത് മേളിലോട്ട് താപമായിട്ട് വിടും. മനസ്സിലായോ? സസ്യങ്ങൾ സ്വീകരിച്ച്, അതായത് ഒന്നാം പോഷണതലത്തിൽ ഉൽപാദകർ, സസ്യങ്ങൾ എന്ത് ചെയ്യും? ഊർജത്തെ ഉൽപ്പാദിപ്പിക്കും. ഊർജത്തെ ഉൽപ്പാദിപ്പിച്ച് അതിന്റെ ഒരു 10% എങ്ങോട്ടേക്ക് കൊടുക്കും? 10% അടുത്ത ആളിലേക്ക് കൊടുക്കും. മനസ്സിലായോ? ബാക്കി എങ്ങോട്ടേക്ക് പോകും? ബാക്കി താപമായിട്ട് പുറന്തള്ളും. ഇതിൽ നിന്ന് ഒരു 10% അടുത്തതിനകത്തോട്ട് പോകും. മനസ്സിലായോ? ബാക്കി എങ്ങോട്ട് പോകും? താപമായിട്ട് പോകും. ഇവിടുന്ന് ഒരു 10% അടുത്തതിനകത്തോട്ട് പോകും, ബാക്കിയെല്ലാം താപമായിട്ട് പോകും. മനസ്സിലായോ? അങ്ങനെ 10% വെച്ചിട്ടാണ് ഓരോ പോഷണതലത്തിലും പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഒന്നാമത്തെ പോഷണതലം ഉൽപാദകർ, സസ്യങ്ങളാണ്. രണ്ടാമത്തെ പോഷണതലത്തില് പ്രാഥമിക ഉപഭോക്താക്കൾ, അതായത് സസ്യബുക്കുകളായിരിക്കും. മൂന്നാമത്തെ പോഷണതലം ദ്വിതീയ ഉപഭോക്താക്കൾ, മാംസബുക്കുകൾ. നാലാമത്തെ പോഷണതലത്തിൽ തൃതീയ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള മാംസബുക്കുകൾ. ക്ലിയർ ആണല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, ട്രോപ്പിക് ലെവൽ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അടുത്ത ഒരു ടേം ആണ്, ചോദിച്ചിട്ടുള്ള ഒരു ടേം ആണ് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയും. സ്റ്റാൻഡിങ് ക്രോപ്പ്. സ്റ്റാൻഡിങ് ക്രോപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോഷണതലത്തിലും ഒരു പ്രത്യേക സമയത്ത് കാണപ്പെടുന്ന ജൈവപിണ്ഡത്തിന്റെ അളവാണ് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓരോ പോഷണതലം പോകുമ്പോൾ ഒരു പ്രത്യേക സമയത്ത് ഒരു ജീവിയിൽ അല്ലെങ്കിൽ കാണപ്പെടുന്ന ജൈവപിണ്ഡം, അതിന്റെ അളവിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ സ്റ്റാൻഡിങ് ക്രോപ്പ് കണക്കാക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് സ്ഥലത്തെ ജൈവപിണ്ഡം എന്ന് പറഞ്ഞാൽ എന്തുവാ? ബയോമാസ. മനസ്സിലായോ? ജൈവപിണ്ഡം എന്ന് പറഞ്ഞാൽ എന്തുവാ? ബയോമാസിനെയാണ്. അപ്പൊ ഒരു യൂണിറ്റ് ഏരിയയിലെ ടോട്ടൽ ബയോമാസ് നമ്മൾ കണക്കാക്കും, അല്ലെങ്കിൽ അവിടുത്തെ ജീവികളുടെ എണ്ണം നമ്മൾ കണക്കാക്കും. അങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് ക്രോപ്പ് കണക്ക് കൂട്ടുന്നത്. മനസ്സിലായോ? സ്റ്റാൻഡിങ് ക്രോപ്പ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത പോഷണതലത്തിൽ ഒരു നിശ്ചിത സമയത്ത് അവിടെ ഉണ്ടാകുന്ന ബയോമാസിന്റെ അളവിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. ഈ ബയോമാസിന്റെ അളവ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ക്രോപ്പ് കണക്കാക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയും? ഒരു യൂണിറ്റ് ഏരിയ എടുക്കും, ആ യൂണിറ്റ് ഏരിയയിൽ എന്തോരം ബയോമാസ് ഉണ്ട്, എന്തോരം ജൈവ പിണ്ഡമുണ്ട്, അല്ലെങ്കിൽ ആ യൂണിറ്റ് ഏരിയയിൽ എത്രത്തോളം ജീവികളുണ്ട്, അതിനെല്ലാം കണക്കൂട്ടി അതിന്റെ അളവാണ് ഈ പറഞ്ഞ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ജൈവപിണ്ഡം സൂചിപ്പിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനുള്ള അവസ്ഥയിലെ ഭാരത്തിന്റെയോ അല്ലെങ്കിൽ നിർജ്ജലീയമായ ഭാരത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്? ബയോമാസ് കണക്കാക്കുന്നത്. ബയോമാസ് കണക്കാക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനുള്ള അവസ്ഥയിലെ ഭാരം, ജീവനുള്ള അവസ്ഥയിലുള്ള ഭാരം, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ടുള്ള നിർജ്ജലീയമായ ശരീരത്തിലെ ഭാരം, അതാണ് നമ്മൾ ബയോമാസ് കണക്കാക്കാൻ കൂട്ടുന്നത്. ഇതിനകത്ത് ഏറ്റവും കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നിർജ്ജലീയമായ ശരീരത്തിന്റെ ഭാരമാണ് കുറച്ചുകൂടി നമുക്ക് ബയോമാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആക്യുറേറ്റ് സംവിധാനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇപ്പൊ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു നിശ്ചിത പോഷണതലം എടുക്കുന്നു, ആ പോഷണതലത്തിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവിടെയുള്ള
ബയോമാസിന്റെ അളവാണ് എന്ത് സ്റ്റാൻഡിംഗ് ക്രോപ്പ്. ഈ സ്റ്റാൻഡിംഗ് ക്രോപ്പ് കണക്കാക്കുന്ന എങ്ങനെയാണ്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയ എടുക്കും. ആ യൂണിറ്റ് ഏരിയയിൽ എന്തോരം ബയോമാസ് ഉണ്ട്, അല്ലെങ്കിൽ ആ യൂണിറ്റ് ഏരിയയിൽ ജീവികളുടെ എണ്ണം എടുക്കും. മനസ്സിലായോ? അതനുസരിച്ചാണ് ജൈവപിണ്ഡ അതിനെയാണ് അങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡിംഗ് ക്രോപ്പ് കണക്കാക്കുന്നത്. ഇനി ബയോമാസ് കണക്കാക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ജീവനുള്ള ശരീരത്തിന്റെ ഭാരം അല്ലെങ്കിൽ ഒരു നിർജ്ജലീയമായ ശരീരത്തിന്റെ ഭാരം എടുക്കും. ഏതെങ്കിലും ഒന്ന് എടുക്കും. മനസ്സിലായി? അതിനകത്ത് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് വരുന്നത് നിർജ്ജലീയമായ ശരീരത്തിന്റെ ഭാരം എടുക്കുമ്പോഴാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. അത് NCERT ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ളതും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടേംസുമായിട്ട് ബന്ധപ്പെട്ട ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, ട്രോപ്പിക് ലെവല്, എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി ജീവികളുടെ ബന്ധത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അടുത്ത പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ചുറ്റുപാടുമുള്ള പല ജീവികളും അവർ പരസ്പരം നമ്മൾ പറഞ്ഞു ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫസ്റ്റ് നമ്മൾ അല്ലെങ്കിൽ എക്കോളജി അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ ഡെഫിനേഷൻ പറഞ്ഞ എന്തുവാ? ജീവജാലങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഒരു പോസിറ്റീവ് ബന്ധം ആവണമെന്ന് തന്നെയില്ല. ഈ ബന്ധങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പോസിറ്റീവ് ബന്ധം ആവണമെന്നില്ല, നെഗറ്റീവ് ബന്ധവും ആവാം. അതായത് ചിലപ്പം ആശ്രയിക്കുന്നതും ആവാം. ഇല്ലയോ? മറ്റുള്ള ജീവി ഇപ്പം സിംഹവും മാനും തമ്മിൽ എന്തുവാ? അതും ഒരു ബന്ധമാണ്. എങ്ങനെ? സിംഹത്തിന് ജീവൻ നിലനിർത്താൻ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ആരെയാ? മാനിനെയാണ്. മനസ്സിലായോ? അപ്പം അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ആ ബന്ധങ്ങളെ കുറിച്ചുള്ള ആണ് നമ്മൾ ഇനി അടുത്തത് പറയുന്നത്. അത്തരത്തിലുള്ള ബന്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതാണ് ജീവി ബന്ധം എന്ന് പറയും. ജീവി ബന്ധങ്ങൾ എന്ന് പറയും. അതിനകത്ത് ഇതാണ്ട് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പൂവും പൂമ്പാറ്റയും, മാവും മരവാഴിയും, മാനും കടുവയും, മാവും ഇത്തിൽ കണ്ണിയും, നെല്ലും കളകളും. ക്ലിയർ ആണല്ലോ? ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലുള്ളതാണെന്ന് അനുസരിച്ച് അതിനൊക്കെ ഓരോ ടേംസ് നമ്മൾ പറയാറുണ്ട്. ആദ്യത്തെ നമുക്ക് എടുക്കാം പൂവും പൂമ്പാറ്റയും. പൂവും പൂമ്പാറ്റയും തമ്മിലുള്ള ബന്ധം എന്തുവാ? പൂമ്പാറ്റ ഒരു പൂവിൽ നിന്ന് അതിന് തേൻ കുടിക്കുന്നു, വയറ് നിറയ്ക്കുന്നു, പോകുന്നു. മനസ്സിലായോ? അതിന്റെ കൂട്ടത്തിൽ പൂക്കളുടെ സസ്യങ്ങളുടെ പരാഗണത്തിനും അത് സഹായിക്കുന്നുണ്ട്. ഇല്ലയോ? ഈ പൂമ്പൊടിയൊക്കെ എടുത്തുകൊണ്ട് ആര് പോവും? ഈ പറഞ്ഞ ചിത്രശലഭം പോകും. അതായത് ചെന്ന് വേറൊരു ചെടിക്കകത്തിരുന്ന് അവിടെ പരാഗണം നടന്ന് പുതിയ ചെടികൾ ഉണ്ടാവും. അപ്പം പൂവും പൂമ്പാറ്റയും തമ്മിൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു പോസിറ്റീവ് ബന്ധമില്ലയോ? അവർ തമ്മിൽ എന്തുവാ? പോസിറ്റീവ് ബന്ധം. അപ്പൊ പൂവിനും അവിടെ ഗുണം കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ പൂമ്പാറ്റയ്ക്കും ഗുണം കിട്ടുന്നുണ്ട്. പൂവിന് എങ്ങനെ ഗുണം കിട്ടുന്നത്? പൂമ്പാറ്റ പരാഗണത്തിന് സഹായിക്കുന്നുണ്ട്. അല്ലയോ? പൂമ്പൊടിയെ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് കൊണ്ടുപോയി പരാഗണത്തിന് സഹായിക്കുന്നത് ആരാ? പൂമ്പാറ്റയാണ്. പൂമ്പാറ്റയ്ക്ക് എങ്ങനെ ഗുണം കിട്ടുന്നത്? പൂവിൽ നിന്ന് തേൻ കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും എന്തുവാ? പ്ലസ് ആണ്. അല്ലയോ? ഗുണം കിട്ടുന്നതിനെ നമ്മൾ പ്ലസ് ഇടുന്നു, ഗുണം കിട്ടാത്തതിനെ നമ്മൾ നെഗറ്റീവ് ഇടുന്നു. അപ്പൊ ഇത് തമ്മിലുള്ള ബന്ധം എന്തുവാ? രണ്ടും പോസിറ്റീവ് ബന്ധമാണ്. അല്ലയോ? അപ്പൊ രണ്ടും പോസിറ്റീവ്, രണ്ടിനും ഗുണകരമാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? മ്യൂച്വലിസം എന്ന് പറയും. മനസ്സിലായോ? രണ്ട് ജീവികൾക്കും ഗുണകരമാണെങ്കിൽ അതാണ് മ്യൂച്വലിസം. അതിന് എക്സാമ്പിൾ ആണ് പൂവും പൂമ്പാറ്റയും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത എക്സാമ്പിൾ ആണ് എന്ത്? മാവും മരവാഴിയും അല്ലെങ്കിൽ ഓർക്കിഡ് എന്നൊക്കെ പറഞ്ഞ നോക്കിയാൽ മതി. ഓർക്കിഡ് എന്നൊക്കെ പറഞ്ഞാൽ മതി. ഈ ഓർക്കിഡൊക്കെ നമ്മള് മണ്ണിൽ കുഴിച്ചിട്ടൊന്നുമല്ല കിളിപ്പിക്കുന്നത്. അതിനെന്ത് ചെയ്യും? എവിടെയെങ്കിലും കെട്ടി ഏതെങ്കിലും മരത്തിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ കിളിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഈ ഓർക്കിഡിനെയൊക്കെ നമ്മൾ മാവിലോ എവിടെയെങ്കിലും നമ്മൾ വെച്ച് കെട്ടി കിളിപ്പിച്ചു കഴിഞ്ഞാൽ ആ മാവിൽ നിന്ന് എന്തെങ്കിലും പോഷണങ്ങൾ ഈ ഓർക്കിഡ് എടുക്കുന്നുണ്ടോ? ഇല്ല. ജസ്റ്റ് അതിന് നിൽക്കാൻ ഉള്ള ഒരു സ്ഥലം മാത്രമാണ് മാവ് എന്ന് പറയുന്നത്. അല്ലയോ? അപ്പൊ അവിടെ ഗുണം ആർക്ക് മാത്രമേ ഉള്ളൂ? ഓർക്കിഡിനും അല്ലെങ്കിൽ മരവാഴയ്ക്കാണ് അവിടെ ഗുണകരം എന്ന് പറയുന്നത്. മറ്റേ മാവിനെന്തുവാ? അവിടെ ഗുണവും ഇല്ല, ദോഷവും ഇല്ല. മാവിന് ഗുണവും ഇല്ല, ദോഷവും ഇല്ല. അവിടെ ഓർക്കിഡ് ഉണ്ടായാലും അതിനൊരു ഗുണവും ഇല്ല, ഓർക്കിഡ് ഇല്ലെന്ന് പറഞ്ഞു അതിനൊരു ഗുണവും ഇല്ല. മനസ്സിലായോ? അപ്പം അവിടെ അതെന്ന് പറയുന്നത് ഒരു 0 ഇട്ട് കൊടുക്കുക. ഗുണവും ഇല്ല, ദോഷവും ഇല്ല. അപ്പൊ അതിനെ നമുക്ക് 0 ഇട്ട് കൊടുക്കും. ഓക്കെ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ മാവും മരവാഴിയും തമ്മിൽ എന്തുവാ? ഓർക്കിഡിന് താമസിക്കാൻ ഒരു സ്ഥലം, അത് നിലനിൽക്കാൻ ഒരു സ്ഥലം മാത്രമാണ് മാവ്. അതിൽ നിന്ന് ആ മാവിൽ നിന്ന് ഒരു സാധനം, ഒരു പോഷണങ്ങളും അത് വലിച്ചെടുക്കുന്നൊന്നുമില്ല. മനസ്സിലായോ? അപ്പം നമ്മുടെ ഓർക്കിഡിന് അത് പോസിറ്റീവാണ്. എന്നാൽ മാവിന് ഗുണവും ഉണ്ടാവുന്നില്ല, ദോഷവും ഉണ്ടാവുന്നില്ല, ന്യൂട്രീഷൻ ഒന്നും കൊണ്ടുപോകുന്നില്ല. അപ്പൊ അതിന് ദോഷവും ഇല്ല. മനസ്സിലായോ? ഇനി അത് അവിടെ കിളിക്കുന്നതുകൊണ്ട് മാവിന് പ്രത്യേകിച്ച് ന്യൂട്രീഷൻ കിട്ടുന്നുമില്ല, അപ്പം ഗുണവും ഇല്ല. അപ്പൊ അതൊന്ന് 0 ആണ്. മനസ്സിലായി? അപ്പൊ മാവും മരവാഴി എന്ന് പറയുന്നത് ഏതിനകത്ത് വരും? അതായത് ഒന്നിന് ഗുണവും മറ്റൊന്നിന് ഗുണവും ഇല്ല, ദോഷവും ഇല്ല. അതാണ് കമൻസലിസം എന്ന് പറയും. അതിനാണ് നമ്മൾ കമൻസലിസം എന്ന് പറയും. മനസ്സിലായോ? ഒന്നിന് ഗുണകരം, മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. അതാണ് കമൻസലിസം. എക്സാമ്പിൾ മാവും മരവാഴി, ഓർക്കിഡ് എന്നൊക്കെ പറയും. ക്ലിയർ ആണല്ലോ?
ഇനി അടുത്തതാണ് നെല്ലും കളകളും. നെല്ലും കളകളും. നെല്ലും കളകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പാടത്ത് ഈ പറഞ്ഞ നെല്ലും കളകളും എല്ലാം ഒരുമിച്ച് വളരുന്നതാണ്, ഇല്ലയോ? നമ്മൾ ഈ പാടത്ത് ഈ പറഞ്ഞ പോലെ മണ്ണിനകത്തൊക്കെ ഒരുപാട് പോഷണങ്ങൾ കാണും, ന്യൂട്രീഷൻസ് കാണും. ഈ ന്യൂട്രീഷൻസ് ഈ പറഞ്ഞ പോലെ നെല്ല് ആണ് വലിച്ചെടുക്കുന്നെങ്കിൽ നെല്ല് തഴച്ചോളം വളരും, നെല്ല് അങ്ങ് തഴച്ചു വളരും. അതല്ല, നെല്ലിനെ പകരം ഈ കളകളാണ് ഈ ന്യൂട്രീഷൻ വലിക്കുന്നെങ്കിൽ അവിടെ മൊത്തം കളകളായിരിക്കും, നെല്ല് അങ്ങ് നശിച്ചു, അല്ലയോ? അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ എന്തുവാ, ആര് വലിച്ചെടുക്കുന്നു അവര് വിജയിക്കുക, അവര് ആണ് വളരുന്നത്, ഇല്ലയോ? ആരാണ് മണ്ണിൽ നിന്നും ഈ പോഷണങ്ങളെ വലിച്ചെടുക്കുന്നത് അവരാണ് അവിടെ വിജയിക്കുന്നത്, അവരാണ് അവിടെ വളരുന്നത്. അത് നെല്ലാണെങ്കിൽ നെല്ല് വളരും, കളകളാണെങ്കിൽ കളകൾ വളരും. മനസ്സിലായോ? അപ്പൊ അവിടെ എന്തുവാ, അവിടെ ഒരു മത്സരം നടക്കുക, ഇല്ലയോ? രണ്ടുപേരും തമ്മിൽ മത്സരം നടക്കുക. അതാണ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മത്സരം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് തുടക്കത്തിൽ രണ്ടിനും ദോഷകരം, തുടക്കത്തിൽ തുടക്കത്തിൽ രണ്ടിനും ദോഷകരമാണ്. മനസ്സിലായോ? പിന്നീട് ജയിക്കുന്നവയ്ക്ക് ഗുണകരമാണ്. ആരാണോ ജയിക്കുന്നത് അവര് വളരും. അതായത് ജയിക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്തുവാ, ഈ പോഷണങ്ങൾ ആരാണോ വലിച്ചെടുക്കുന്നത് അവര് വളരും. മനസ്സിലായോ? അതാണ് മത്സരം. അപ്പൊ അതിന് എക്സാമ്പിൾ നമുക്ക് നെല്ലും കളകളും എന്ന് പറയാം. കളകളും. ഓക്കെ. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ് മാവും ഇത്തിൽ കണ്ണിയും. മാവും ഇത്തിൽ കണ്ണിയും. മാവും ഇത്തിൽ കണ്ണിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? നമ്മൾ മാവും മരവാഴയും അല്ലെങ്കിൽ ഓർക്കിഡിന്റെയും പറഞ്ഞു. മാവിന് ജസ്റ്റ് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ മരവാഴ വെച്ചേക്കുന്നത്, ഇല്ലയോ? മാവിനൊന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് മരവാഴ വെച്ചേക്കുന്നത്. മാവും ഇത്തിൽ കണ്ണി എന്ന് പറഞ്ഞാൽ എന്തുവാ, മാവിൽ നിന്നുള്ള ന്യൂട്രീഷൻസ്, അതായത് പരാദനം ചെയ്യുവാണ്, പരാദജീവിയായിട്ട് നിൽക്കുവാണ്. മാവിൽ നിന്നും വലിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ ന്യൂട്രീഷൻസിനെയും ആര് വലിച്ചെടുക്കും? ഈ ഇത്തിൽ കണ്ണി വലിച്ചെടുക്കും. മനസ്സിലായോ? അപ്പൊ മാവിനത് ദോഷകരമാണ്, ഇത്തിൽ കണ്ണിക്ക് അത് ഗുണകരമാണ്. മനസ്സിലായോ? അതാണ് മാവും ഇത്തിൽ കണ്ണിയും. അപ്പൊ ഒന്നിന് ദോഷകരവും ഒന്നിന് ഗുണകരവും, അതിന് പറയുന്നതാണ് എന്ത്? പരാത ജീവനം എന്ന് പറയും. പരാത ജീവനം. ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. പരാതം പോഷണത്തിനായി ആതിഥേയനെ ആശ്രയിക്കുന്നു. അതാണ് എന്ത്? മാവും ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് മാനും കടുവയും തമ്മിൽ. മനസ്സിലായോ? മാനും കടുവയും തമ്മിൽ. അവിടെ മാനിനെ ഇര പിടിക്കുവാണ് എന്ത്? കടുവ. അപ്പൊ മാനിന് എന്തുവാ? ദോഷമാണ്. മാനിന് അത് ദോഷം തന്നെ. മനസ്സിലായോ? സിംഹത്തിന് എന്താ? അത് ഗുണകരമാണ്. സിംഹത്തിന് ഗുണകരമാണ്. മനസ്സിലായോ? അപ്പൊ അവിടെ അവര് സിംഹം എന്തു ചെയ്യുന്നത്? ഇര പിടിക്കുക, മാനിനെ ഇര പിടിക്കുക. അതാണ് ഇരപിടുത്തം എന്ന് പറയുന്നത്. ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. ഇരപിടിയന് ഭക്ഷണമാകുന്നു. അതാണ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? അപ്പൊ മാനും സിംഹവും എക്സാമ്പിൾ പറയാം. മാനും സിംഹവും. ക്ലിയർ ആണോ? ഇതാണ് ജീവികൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? പോസിറ്റീവ് ബന്ധങ്ങളുണ്ട്, നെഗറ്റീവ് ബന്ധങ്ങളുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ജീവി ബന്ധങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ജീവി ബന്ധങ്ങളിൽ നിന്ന് ഇത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും. അതായത് മുന്നോട്ട് പോയി നമ്മൾ വന്യജീവി സങ്കേതങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയും. ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ, ദേശീയോദ്യാനം എന്താണ്, വന്യജീവി സങ്കേതം എന്താണ്, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ പറയും. പരിസ്ഥിതി സംഘടനകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് ഈ ഒരു ടോപ്പിക്ക് കഴിയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എവിടുന്ന് തുടങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവി ബന്ധങ്ങളിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ. നമ്മൾ ഈ ക്ലാസ് നിർത്തിയത് ജീവി ബന്ധങ്ങളിൽ നിന്നാണ്. അത് അടുത്ത ക്ലാസ് തുടങ്ങുന്നതും ജീവി ബന്ധങ്ങളിൽ നിന്നായിരിക്കും. ഓക്കെ. അപ്പൊ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ് ആണ് നമ്മൾ പഠിച്ചത്. ഇതിനകത്ത് കൂടുതലും നമ്മൾ ടേംസും അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഓരോ ആവാസ വ്യവസ്ഥ എന്താണ്, എക്കോളജി എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പം ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ്. ഇതെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വരിക. നമുക്ക് പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് അടുത്ത ക്ലാസ് വെച്ച് കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും നന്ദി.